വചനം തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. കർത്താവായ ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ നൽകി, പ്രത്യേകിച്ച് അമ്മയെ നൽകി അനുഗ്രഹിക്കുന്ന അങ്ങയുടെ അനന്തകാരുണ്യത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഈ തിരുവചന ധ്യാനത്തിലൂടെ അങ്ങ് നൽകിയ 10 കൽപ്പനകളിൽ ശ്രദ്ധേയമായ മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന തിരുവചനത്തെ, ആ സഭയുടെ നിയമത്തെ പ്രാവർത്തികമാക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മമാർക്ക് വേണ്ടി ഈ തിരുവചന ധ്യാനത്തിൽ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ, സകല വിശുദ്ധരെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, പ്രത്യേകിച്ച് ഞങ്ങളുടെ അമ്മമാരെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 4-ാം തിരുവചനം. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. വിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ ദിവസങ്ങളിൽ ഒരുപാട് ചർച്ച ചെയ്ത ഒരു ചലച്ചിത്രമാണ് കുമ്പളങ്ങി നൈറ്റ്സ് എന്ന് പറയുന്ന ചിത്രം. ഈ ചിത്രത്തിൻ്റെ പ്രമേയം പെട്ടെന്ന് അത്ര ഹൃദ്യമല്ലെങ്കിലും ചില നിരീക്ഷണങ്ങൾ ഈ ചിത്രത്തെ വല്ലാതെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഭാഗമൊക്കെ ആക്കി മാറ്റുന്നുണ്ട്. 3-4 ചേട്ടനനിയന്മാരുടെ കഥ പറയുന്ന ഒരു ചിത്രമാണ്. ആ വീടിനെ കുറിച്ചുള്ള ഒരു ചിത്രം ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് വളരെ അലങ്കോലമായ ഒരു ഭവനം. ഈ 3-4 ചേട്ടന്മാരും അവരുടേതായ രീതിയിലുള്ള കന്നത്തരങ്ങളിലേക്കും ചീത്തയായ ബന്ധങ്ങളിലേക്കൊക്കെ വീണുപോയതിൻ്റെ ഒരു കഥയാണ് ഈ ചിത്രത്തിൻ്റെ ആദ്യ ഭാഗത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്നത്. പക്ഷേ ഈ ചിത്രത്തിൻ്റെ ഉള്ളിൽ ഇതെങ്ങനെ ഈ കുടുംബം ഇങ്ങനെ അധപതിച്ച കുടുംബമായി എന്നതിൻ്റെ ഒരു സൂചന നൽകുന്നത് ഇങ്ങനെയാണ്. ആ കുടുംബത്തിലെ ചേട്ടനനിയന്മാർക്ക് ഒരു നല്ല അമ്മ ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. ഒരമ്മയുടെ കുറവാണ്, അമ്മയില്ലാത്തതിൻ്റെ ഒരു കുറവാണ് ആ ചേട്ടനനിയന്മാർ തമ്മിൽ വഴക്കിനും ചീത്ത ബന്ധങ്ങളിലേക്കും അനാവശ്യമായ രീതിയിലൊക്കെയുള്ള മദ്യപാനത്തിലേക്കും വീട് ഇത്രയും അലങ്കോലമായതിൻ്റെയും കാര്യങ്ങളിലേക്കൊക്കെ പ്രവേശിച്ചത് എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ആ ചിത്രത്തെ ഇങ്ങനെ എന്നെ ഇഷ്ടപ്പെടുത്തിയ ഒരു ഘടകം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളായിട്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വവും അല്ലെങ്കിൽ അവാർഡ് കൊടുക്കേണ്ട ആള് എന്ന് പറയുന്നത് നമ്മുടെ അമ്മമാരാണ്. തിരുവചനത്തിൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 4-ാം തിരുവചനം കൃത്യമായിട്ട് പറയാണ്, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടും. ഇങ്ങനെ ഒരു തിരുവചന ഭാഗം ബൈബിളിൽ എഴുതി വെക്കാനുള്ള കാരണം അമ്മയെ അത്രയും മഹോന്നതമായിട്ടാണ് ബൈബിൾ കണ്ടിരുന്നത്. അത് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, അമ്മയുണ്ടെങ്കിൽ മാത്രമാണ് വീടാവണതായിട്ട് നമുക്ക് കാണുള്ളൂ. അതുകൊണ്ടാണ് കവികളൊക്കെ പാടുന്നത്, അമ്മയില്ലാത്ത വീട് എന്ത് വീട്, ഞാനിനി എന്തിന് ആ വീട്ടിൽ പോകണം. ആ വീട്ടിലുള്ള ഓരോ ചെറിയ കാര്യത്തിന് പോലും അമ്മയുടെ കയ്യൊപ്പുണ്ട് എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ജയിലിൽ പോയിട്ട് അവിടെയുള്ള മോൻ്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ കുറേ നേരത്തെ സംസാരത്തിൻ്റെ അവസാനം എങ്ങനെ പെട്ടുപോയി, അല്ലെങ്കിൽ എങ്ങനെ ആയിപ്പോയി എന്ന് ചോദിക്കുമ്പോൾ അതിനേക ഉത്തരവായിട്ട് ഇവനെൻ്റെ കണ്ണിൽ നോക്കിയിട്ട് പറഞ്ഞത്, അച്ഛനൊരു അമ്മയെ എനിക്ക് തരാൻ പറ്റുമോ, എനിക്കൊരു അമ്മയുണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ആവായിരുന്നില്ല അച്ഛാ എന്ന് പറഞ്ഞിട്ട് ഇവനിങ്ങനെ ജയിലിൻ്റെ അഴിയിലിങ്ങനെ പിടിച്ചു നിൽക്കണ കാര്യം കാണാം. ഒരുപക്ഷെ യേശുക്രിസ്തുവിനുള്ള ഒരു നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത് അവനൊരു അമ്മയെ കിട്ടി എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മ യേശുക്രിസ്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാവാം ഒരുപക്ഷെ അത്ഭുതങ്ങളുടെ ആരംഭത്തിന് കാരണം. അമ്മ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത്, അതിൽ അമ്മ ഈ പറയുന്ന മകനായ ക്രിസ്തുവിനെ ഇങ്ങനെ നയിച്ചിരുന്ന ഒരുപാട് സംഭവങ്ങൾ. അപ്പോൾ അമ്മ എന്ന് പറയുന്ന കൺസെപ്റ്റിനെ നമ്മളൊന്ന് ഗൗരവമായിട്ട് ധ്യാനിക്കാൻ ആഗ്രഹിക്കുക. കുറച്ചും കൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ അമ്മയെ കരയിപ്പിക്കാതെ ജീവിപ്പിക്കാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അടുത്തുള്ളൊരു സ്ഥലത്ത് യൂത്തിന് വേണ്ടിയിട്ടൊരു ധ്യാനം സംഘടിപ്പിച്ചതാണ്. അപ്പോൾ ഈ ധ്യാനത്തിൻ്റെ ഇടയിൽ ഈ ധ്യാനിപ്പിക്കുന്ന വ്യക്തി ഇങ്ങനെ ചോദിച്ചു, അമ്മയെ കരയിപ്പിക്കാത്ത ആരെങ്കിലും ഈ ഗ്രൂപ്പിലുണ്ടോ? 150 പേരുള്ള ഒരു ചെറിയ ഒരു കമ്മ്യൂണിറ്റിയിൽ, യുവജനങ്ങൾ മാത്രമുള്ള ഈ കമ്മ്യൂണിറ്റിയിൽ അമ്മയെ കരയിപ്പിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിലൊരാൾ പോലും അമ്മയെ കരയിപ്പിക്കാത്തതില്ല. എല്ലാവരും തന്നെ അവരിങ്ങനെ ഇന്ന രീതിയിൽ അമ്മേനെ കരയിപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെ രീതിയിൽ എന്ന് പറഞ്ഞിട്ട്. നമുക്കൊക്കെ അറിയണ ഒരു കാര്യമല്ലേ, നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ കരയണ പാർട്ടി ആരാ? നിശ്ചയമായിട്ട് നമ്മുടെ അമ്മമാരാ.
അതുകൊണ്ടാണ് ഈ അഗസ്തീനോസ് വരെ വഴിതെറ്റുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ പോയിരുന്ന് കരഞ്ഞിരുന്നത് മോണിക്ക പുണ്യവതിയാ. മോണിക്ക പുണ്യവതി എന്ന് പറയുന്ന അഗസ്തീനോസിന്റെ അമ്മയുടെ പ്രാർത്ഥനയാണ് മകനായ അഗസ്തീനോസിന്റെ മാനസാന്തരത്തിനും വിശുദ്ധ ജീവിതത്തിനും കാരണമായത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അമ്മമാർക്കുള്ള പ്രത്യേകതകൾ എന്താണെന്ന് ഒന്ന് ഓർത്താൽ നല്ലതാ. അല്ലെങ്കിൽ അമ്മയെ കരയിപ്പിക്കുന്നവരാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അമ്മയുമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ പിണക്കങ്ങളോ അമ്മയുമായിട്ടൊക്കെയുള്ള അകൽച്ചയുള്ളവരുണ്ടെങ്കിൽ അമ്മയെ ഒന്ന് ഓർത്താൽ നല്ലതാ. ഒരു സ്ത്രീ എങ്ങനെയാണ് അമ്മയാവണമെന്നൊന്ന് ഓർത്താൽ നല്ലതാ. നമ്മൾ ഓരോന്നിനും ഓരോ ഇത് പറയുന്നത് പോലെ, അതായത് കിലോന് എന്താ പറയുക, തൂക്കം നോക്കുന്നതിന് കിലോ എന്ന് പറയുന്ന പോലെ വേദനയെ അളക്കുന്ന ഒരു പേര് ഡെൽ എന്ന് പറയുന്നത് DEL എന്ന് പറയാം. അപ്പോൾ ഒരു മനുഷ്യന് താങ്ങാൻ പറ്റുന്ന മാക്സിമം വേദന എന്ന് പറയുന്നത് 45 ഡെല്ലാണ്. 45 ഡെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 20 അസ്ഥികൾ പൊടിയുന്ന വേദനയാണ്. നമുക്കറിയാം, കയ്യുമേ ഒരു ചെറിയ ഒരു അസ്ഥി പൊടിഞ്ഞാൽ നമുക്ക് എത്ര വേദനയുണ്ടെന്ന് നമുക്കറിയാം. ഇങ്ങനെയുള്ള വേദനയുടെ 20 അസ്ഥികൾ ഒരേ സമയം പൊടിയുമ്പോഴുള്ള വേദനയാണ് 45 ഡെല്ല് എന്ന് പറയുന്നത്. അപ്പം ഇത്രയും വേദനയാണ് ഒരു മനുഷ്യന് മാക്സിമത്തിൽ സഹിക്കാൻ പറ്റുള്ളൂ. ഈ മാക്സിമത്തിൽ സഹിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യന് ഒരമ്മ അമ്മയാകുമ്പോൾ, അതായത് അവളുടെ പ്രസവത്തിൻ്റെ സമയത്ത് അവൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് 57 ഡെല്ലാണ്. ഏറ്റവും മാക്സിമം 45 ഡെല്ല് വേദനയാണ് ഒരു അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുള്ളൂ എങ്കിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുള്ളൂ എങ്കിൽ, അമ്മ എനിക്ക് ജന്മം നൽകുമ്പോൾ, എൻ്റെ അമ്മ എനിക്ക് ജന്മം നൽകുമ്പോൾ 57 ഡെല്ല്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ അമ്മമാര് നമുക്ക് വേണ്ടിയിട്ട് പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ കടന്നു പോയിട്ടുള്ളത് 57 ഡെല്ല്, അതായത് 20 അസ്ഥികളെക്കാൾ വേദനയുടെ അത്രയും കൊടുമുടിയിൽ അവർ കടന്നുപോയിട്ടുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഈറ്റുനോവിൻ്റെ വേദന അനുഭവിച്ചവരാണ് നമ്മുടെ അമ്മമാര്. നമുക്കൊക്കെ അറിയില്ലേ, ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആകുമ്പോൾ അവൾ എത്രത്തോളം വേദനിക്കുന്നുണ്ടെന്ന്. അവളുടെ ഇഷ്ടങ്ങൾ മാറണു, വൊമിറ്റിങ് തുടങ്ങുന്നു, ചില ഭക്ഷണ പദാർത്ഥങ്ങളുടെ സ്മെല്ല് കേൾക്കുമ്പോൾ, ചില സൗണ്ടുകൾ കേൾക്കുമ്പോൾ അവളെയൊക്കെ ഇങ്ങനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ 10 മാസം ചുമന്ന് നമുക്ക് ജന്മം നൽകിയ ഈ അമ്മയെ എങ്ങനെ കരയിപ്പിക്കുന്നുണ്ടോ അതോടുകൂടെ തീരുമാനിച്ചോ ഇത്രയും വേദനകൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും. ആരൊക്കെ അമ്മയെ കരയിപ്പിക്കുന്നുണ്ടോ, തിരുവചനം അതുകൊണ്ടാണ് യേശുക്രിസ്തു തൻ്റെ അമ്മയെ യോഹന്നാൻ ഏൽപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ലോകത്തിനെ ഏൽപ്പിക്കുമ്പോൾ പറയണ കാര്യം ഇങ്ങനെയാണ്: എൻ്റെ അമ്മയെ കരയിപ്പിക്കരുത്, അമ്മയെ കരയിപ്പിക്കുന്നവരാകരുത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ ഈ ദിവസങ്ങളൊക്കെ നമ്മൾ കാണുന്നില്ലേ, അമ്മയൊക്കെ ഇങ്ങനെ വൃദ്ധമന്ദിരങ്ങളിൽ കൊണ്ടുവന്നാക്കുന്ന, വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അകത്തളങ്ങളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ അമ്മമാര് മാറിക്കൊണ്ടിരിക്കണ ദുരന്തം. കഴിഞ്ഞ ദിവസം ഈ മാതൃദിനത്തോടനുബന്ധിച്ച് ഒരു വാട്സപ്പ് വീഡിയോ വന്നില്ലേ? വാട്സപ്പ് വീഡിയോനെ എഴുത്ത് മോന് അമ്മയുടെ അടുത്ത് ദേഷ്യം തോന്നിയിട്ട് അമ്മേനെ കൊണ്ടുപോയിട്ട് വൃദ്ധമന്ദിരത്തിലാക്കുക. വൃദ്ധമന്ദിരത്തിലാക്കി കഴിയുമ്പോൾ അതിലുള്ള ഉറുമ്പുകൾ അമ്മയുടെ മേത്ത് കയറാം. അപ്പം ഇങ്ങനെ ഇത് എഴുതിയ കഥാപാത്രം എഴുതിയേക്കുക, ഉറുമ്പിന് അമ്മയുടെ മധുരം മനസ്സിലായി, മോനിനെയും അമ്മയുടെ മധുരം മനസ്സിലായിട്ടില്ല. സത്യമാണ്. അമ്മയെ ശരിക്കും നമ്മൾ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ അമ്മയെ സ്നേഹിച്ചു തുടങ്ങിയത് സെമിനാരിയിൽ കയറിയ ദിവസമാണ്. സെമിനാരിയിൽ പോണതിന് മുമ്പ് വരെ അമ്മേനെ ഒന്നും അത്ര റെസ്പെക്ട് ചെയ്തിട്ടില്ല. മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന് പറയുന്ന കൽപ്പനയിൽ ഏറ്റവും കൂടുതൽ വീഴ്ച വരുത്തിയിട്ടുള്ളത് ഞാനാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം അമ്മ പറയണത് അനുസരിക്കാത്ത, അമ്മയിൽ നിന്നൊക്കെ ഒത്തിരി മാറി നടക്കേണ്ടായിരുന്ന ആളാണ്. പക്ഷെ സെമിനാരിയിൽ ചേർന്നപ്പോഴാണ് അമ്മയുടെ മധുരം ഇങ്ങനെ അനുഭവിച്ചു തുടങ്ങി. അപ്പം അമ്മ നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് സഹിക്കുന്നുണ്ട് എന്നുള്ളത് ആ ഒരു കൺസിഡറേഷനെങ്കിലും ഒക്കെ വെച്ചിട്ട് നമുക്ക് അമ്മയെ ഇന്ന് തൊട്ട് സ്നേഹിച്ചു തുടങ്ങാൻ പറ്റുമോ? അമ്മയെ കരയിപ്പിക്കാതിരിക്കാനുള്ള ആദ്യത്തെ കാരണം ഒരുപക്ഷെ ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി കരഞ്ഞ ഏക വ്യക്തി കൂടെ ഉണ്ടാവാന്നൊക്കെ പറഞ്ഞ് ഓൺലൈനിലൊക്കെ നിൽക്കുന്നവരൊക്കെ ഒരു പനി വരട്ടെ, അറിയണ്ട ഇതൊക്കെ. നമ്മൾ എത്ര പേര് കൂടെ ഉണ്ടാവും സ്നേഹമുള്ളവരെ? ദിവസങ്ങൾ നമ്മൾ വായിച്ചില്ലേ, 1000-ലധികം ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അതിനേക്കാൾ അധികം ട്വിറ്ററിൽ ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ മെഡിക്കൽ ICUയുടെ മുമ്പിൽ അമ്മ മാത്രം അവനുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ. സത്യം. എല്ലാവരും ഉണ്ടെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് വേദന അനുഭവിക്കുന്ന കഥാപാത്രം അമ്മയാണ്. നമ്മുടെ വീടൊക്കെ ഇത്രയും ഭംഗിയായിട്ടിരിക്കണമെങ്കിൽ അതിൻ്റെ കാരണം എന്താ? നമ്മൾ വലിച്ചിട്ട് പോണ പേപ്പറുകളും
നമുക്ക് എന്താ പറയുക, ഒന്നും അത്ര ഇതാവാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്രയും ഓർഡറാക്കി വെച്ച് തരുന്നത് അമ്മയല്ലേ. നമുക്ക് വേണ്ടിയിട്ട് അവൾ രാവിലെ മുതൽ രാത്രി വരെ ഇങ്ങനെ ഉരുകിത്തീരണ മെഴുകുതിരിയില്ല. സത്യം പറഞ്ഞ ഉരുകിത്തീരണ മെഴുകുതിരികളാണ് നമ്മുടെ അമ്മമാർ. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകത്തിൽ കൃത്യമായിട്ട് എഴുതി വെച്ചേക്കണേ, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ, അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ കൃപയുടെ മേൽ കൃപ സ്വന്തമാക്കും, കൃപയുടെ മേൽ കൃപ സ്വന്തമാക്കും. അമ്മയെ സ്നേഹിക്കാത്ത ആരാണ് സ്നേഹമുള്ളവര് ചരിത്രത്തിൽ ഇടം കണ്ടെത്തിയിട്ടുള്ളത്? ചരിത്രത്തിൽ ഇടം കണ്ടെത്തിയിട്ടുള്ള ഒരൊറ്റ കഥാപാത്രം ഓർത്താൽ നല്ലതാ, ഗാന്ധിജീനെ ഓർത്താൽ നല്ലതാ. ഗാന്ധിജിയുടെ അമ്മയെ ഗാന്ധിജി അത്രയും റെസ്പെക്ട് ചെയ്തു എന്ന് പറയാണ്. ആ റെസ്പെക്റ്റ്ഫുള്ളാണ് ഗാന്ധിജിയുടെ ജീവിതത്തിൽ പിന്നീടുള്ള ചരിത്രത്തിന് മാറ്റത്തിന് കാരണമാക്കി തീർത്തത് എന്ന് പറഞ്ഞ് എഴുതി വെക്കാം. നമുക്ക് ഈ വചനത്തിൻ്റെ സമയത്തിൻ്റെ പരിമിതിയുടെ പേരിൽ ഒറ്റ കാര്യം ഒന്ന് അവസാനിപ്പിക്കുകയാണ്. ജീവിതത്തിൽ അമ്മയെ വേദനിപ്പിക്കാത്ത മക്കളാണ് ചരിത്രം കീഴടക്കിയിട്ടുള്ളൂ. ചരിത്രത്തിൻ്റെ തങ്കലിപികളിൽ എഴുതപ്പെട്ടിരിക്കുന്നവരുടെ ലിസ്റ്റ് പരിശോധിച്ചോ, അവരുടെ അമ്മമാരുടെ കണ്ണീരുണ്ട്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ കണ്ണീരുള്ള മക്കൾ മാത്രമാണ്. സെമിനാരി ജീവിതത്തിൽ ഞങ്ങൾക്കറിയാം, ചില അമ്മമാരിങ്ങനെ മക്കൾക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ഉരുകി പ്രാർത്ഥിക്കണ ചില അമ്മമാരുണ്ട്. എൻ്റെ ബാച്ചിലുണ്ടായിരുന്നു അങ്ങനെ. ആ മക്കൾ അച്ഛനായി കഴിയുമ്പോൾ അത്രയും നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്യണതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ അമ്മയുടെ ആദ്യത്തെ പ്രത്യേകത, അമ്മ നമുക്ക് വേണ്ടി സഹിച്ചു എന്നുള്ളത് പഠിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അമ്മയുടെ രണ്ടാമത്തെ പ്രത്യേകത എന്താ? അമ്മയെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ അമ്മയെ കരയിപ്പിക്കരുത് എന്ന് പറയാനുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ദൈവത്തെ പരിചയപ്പെടുത്തി തന്നിട്ടുള്ള വ്യക്തി നമുക്ക് അമ്മയല്ലേ. ദൈവത്തെ പരിചയപ്പെടുത്തി എന്നുള്ള വേറെ ഒന്നും വേണ്ട. ഒന്ന് ആലോചിച്ച് നോക്കി, ചെറുപ്പത്തിൽ നമ്മൾ ആരുടെ കൈ പിടിച്ച പള്ളിയിൽ പോയിട്ടുള്ള? അപ്പൻ്റെ കൈ പിടിച്ചിട്ടാണ് പോയിട്ടുണ്ടാവും. പക്ഷേ അപ്പൻ്റെ കൈ പിടിച്ചതിനേക്കാൾ കൂടുതൽ നമ്മൾ കൈ പിടിച്ചിട്ടുള്ളത് അമ്മയുടെ കൈ പിടിച്ചിട്ടാണ്. അമ്മയല്ലേ നമ്മളിങ്ങനെ ദേവാലയത്തിൽ കൊണ്ടുപോയിട്ട് ഇരുത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ള, മോനെ ആ സക്രാരിയിലുണ്ടല്ലോ, ആ ഗോതമ്പപ്പത്തിലുണ്ടല്ലോ ഈശോയാണെന്ന് പറഞ്ഞിട്ട് തിയോളജിയുടെ ആദ്യത്തെ ചരിത്രം നമ്മുടെ നെഞ്ചകത്ത് അത് ആത്മീയതയുടെ ഉണർത്തുപാട്ട് തീർത്തിട്ടുള്ളത് അമ്മയാണ്. അമ്മയല്ലേ ജപമാല കയ്യിൽ വന്നിട്ട്, എൻ്റെ മോനെ ഇത് സൂക്ഷിച്ചു വെച്ചോട്ടാ, ഇൻ ദ ടൈം ഓഫ് ക്രൈസിസ് യു മസ്റ്റ് റിസൈറ്റ് ദിസ് റോസറി എന്ന് പറഞ്ഞിട്ടുള്ളത് അമ്മയല്ലേ. അമ്മയല്ലേ നമ്മുടെ നെറ്റിയിൽ കുരിശിൻ്റെ അടയാളം വരച്ച് തന്നിട്ടുള്ളത്. ഇപ്പം പോലും അച്ഛനായിട്ട് 8-9 വർഷം കഴിഞ്ഞ് ഞാൻ ഇപ്പോഴും വീട്ടിൽ പോയി കഴിഞ്ഞാൽ അമ്മ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. തിരിച്ചു വരുമ്പോൾ തിരിച്ചമ്മ യാത്ര പറഞ്ഞ് പോകാൻ നിൽക്കുന്ന സമയത്ത്, വാ നമുക്കൊരു മിനിറ്റ് പ്രാർത്ഥിക്കാം. ഞാനിങ്ങനെ തിരക്കിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥനയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഓടിപ്പോവുക വീട്ടിൽ നിന്നേ. അപ്പോൾ ആ സമയത്ത് അമ്മ കൈ പിടിച്ചോളൂ, മോനെ ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ മുമ്പിലേക്കൊന്ന് വന്നേ. എന്നിട്ട് അവിടെ നിന്നിട്ട് പാവമ്മ അറിയണ രീതിയിൽ പാട്ടിങ്ങനെ പാടും. എന്നിട്ട് ഇങ്ങനെ പറയേണ്ട, ഈശോയെ എൻ്റെ മോനെ നിൻ്റെ പ്രിയപ്പെട്ടവനാക്കണം കേട്ടോ. ഈശോയെ പരിചയപ്പെടുത്തി തരുന്ന അല്ലെങ്കിൽ പിന്നീടുള്ള ശുശ്രൂഷകൾക്കുള്ള മുഴുവൻ ബലം കിട്ടിയിട്ടുള്ളത് സ്നേഹമുള്ളവർ സത്യത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും അമ്മമാരുടെ നെഞ്ചിൽ നിന്നല്ലേ. അമ്മയുടെ പറഞ്ഞതുപോലെ അമ്മയ്ക്ക് നമ്മളോടുള്ള സ്നേഹമാണ് രക്തം മുലപ്പാലായിട്ടുള്ളത്. എല്ലാവരുടെയും ഉള്ളിൽ രക്തമുണ്ട്, പക്ഷെ എല്ലാവരുടെയും ഉള്ളിലുള്ള രക്തം മുലപ്പാലാവണില്ലോ. അത് അമ്മയുടെ ഉള്ളിലുള്ള രക്തം മാത്രമാണ് മുലപ്പാലാവണേ. അതെന്തുകൊണ്ടാണ്? അമ്മയ്ക്ക് അത്രയും സ്നേഹം. ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തി തന്നതാണ്. നമുക്ക് എന്തെങ്കിലും ഒരു സ്പിരിച്വാലിറ്റി ഉണ്ടെങ്കിൽ 11 വർഷം സെമിനാരിയിൽ പഠിച്ച ആത്മീയതയേക്കാൾ കൂടുതൽ ഒരു അച്ഛൻ എന്ന നിലയിൽ ഞാൻ പഠിച്ചിട്ടുള്ളത് എൻ്റെ അമ്മയുടെ കൈ പിടിച്ചിട്ടാ, അമ്മയുടെ ഒപ്പം ഇരുന്നിട്ടാ. മോനെ ഇത്ര നേരം പ്രാർത്ഥിക്കണം കേട്ടാ. ആംബുലൻസ് പോകുമ്പോൾ ഈശോട് പറയണം, ആംബുലൻസിലുള്ളവരെ കാത്തുകൊള്ളേന്ന് പ്രാർത്ഥിക്കണം. ദേവാലയത്തിൻ്റെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ കുരിശ് വരയ്ക്കണം. എന്തൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാ. എന്നിട്ട് നമ്മൾ ഈ അമ്മയെ ബഹുമാനിക്കണുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ സംശയം. ഏതോ സിനിമയിൽ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ സിനിമയിൽ പറയണ പോലെ എങ്ങനെയുണ്ട്, എടാ നീ അമ്മേനെ എന്തിനാണ് അങ്ങനെ വേദനിപ്പിക്കണേ? അപ്പം അവൻ തന്നെ ഇപ്പം ചോദിക്കുന്നുണ്ട്, നിനക്ക് അമ്മ ഫോൺ വിളിച്ചെടുക്കാൻ നേരില്ല, കണ്ണി കണ്ട പെണ്ണുങ്ങളൊക്കെ വിളിച്ചാൽ നീയൊക്കെ ഫോൺ എടുക്കണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുക. അപ്പം ഈ ഫോൺ എടുക്കുന്നവൻ്റെ കൂട്ടുകാരൻ പറയാം, അടാ അതെന്താ കാരണം എന്നറിയോ, നമ്മൾ ഒരിക്കലും വിട്ടുപോകില്ല എന്ന് ഉറപ്പുള്ള ഏകജീവി എന്ന് പറയുന്നത് നമ്മുടെ അമ്മയാണ്. സത്യമല്ലേ? ബാക്കി ആരൊക്കെ വിട്ടുപോയാലും വേറെന്തൊക്കെ ഉണ്ടായാലും അമ്മ വിട്ടുപോകില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ അമ്മയുടെ ഫോണൊക്കെ പെട്ടെന്ന് നമ്മളിങ്ങനെ ഡിലീറ്റ് ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ വിചാരം ഇങ്ങനെയാണ്, അമ്മ നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിച്ചതാണ്. അതുകൊണ്ടാണ് മാതൃദേവോഭവ എന്നൊക്കെ പറഞ്ഞിട്ട് ഭാരതത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഒരു നിറവിൽ നിൽക്കുന്നത്. മൂന്നാമത്തെ കാര്യം, അമ്മയ്ക്കൊരു പ്രവചനപരമുള്ള വ്യക്തിയാണ്. അമ്മയ്ക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് പ്രവചനപരം. നാളെ സംഭവിക്കാൻ പോണ കാര്യം പുള്ളിക്കാർക്ക് ഇന്നറിയില്ലേ. വെറുതെ പോയിട്ട് അമ്മയുടെ അടുത്ത് ചോദിക്കുക, അമ്മ നാളെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാവി എന്താ ചോദിച്ചു നോക്കി.
അമ്മ കൃത്യമായിട്ട് അക്കട്ടിട്ട് പറയാം ഇത് സംഭവിക്കാൻ പോണ കാര്യം. ടെലപ്പതി എന്ന് പറയണ ഈ പറയുന്ന മനഃശാസ്ത്രത്തിലുള്ള കാര്യം മുഴുവൻ അമ്മയ്ക്കറിയാം. ടെലപ്പതിക്കലായിട്ടുള്ള നോളജുള്ള സ്ത്രീയാ അമ്മ. അത് എൻ്റെ അമ്മ മാത്രമല്ല, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും അമ്മമാരുടെ പ്രത്യേകത അത്. ടെലപ്പതി എന്താന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാനിരിക്കുന്ന കാര്യം പറയാന്നുള്ളതാ. എനിക്കറിയാം, കഴിഞ്ഞ ദിവസം ഞാൻ അനുഭവിച്ച ഒരാളാണ്. അമ്മ ഇങ്ങനെ പെട്ടെന്ന് ഫോൺ ചെയ്തു, മോനെ സുഖമാണോ നിനക്ക്? അപ്പം അവനെ തിരക്കാന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അന്ന് രാത്രി എനിക്കൊരു അപകടം ഉണ്ടായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ. അപ്പം അമ്മ കാണാൻ വന്നിട്ട് പറഞ്ഞേ, എടാ ഇന്നലെ ഞാൻ ഇത് സ്വപ്നം കണ്ടതാ, ഈ ഒരു കാര്യം പറയാൻ വേണ്ടി നിന്നെ വിളിച്ചേ, മോം സൂക്ഷിച്ച് പൊക്കോളൂ എന്നുള്ളത്. തിരക്കിൻ്റെ പുറത്ത് നമ്മൾ എടുക്കണില്ല ഈ ഫോണേ, അല്ലെങ്കിൽ വേറെ 100,000 കാര്യങ്ങളുടെ ഇടയിൽ നമ്മൾ ഈ ഒരു കാര്യമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇട്ട് കളയാം. ഇടയ്ക്ക് ഇങ്ങനെ പറയും. സെമിനാരിയിൽ എനിക്ക് ഉറപ്പ്, സെമിനാരി കാലഘട്ടങ്ങളിൽ സ്നേഹമുള്ളവരെ അമ്മയുടെ സ്നേഹം തിരിച്ചറിയണത് നമ്മൾ ആരെങ്കിലും കളിയാക്കി കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ സെമിനാരി ജീവിതം ഉപേക്ഷിക്കാൻ നിൽക്കുന്ന സമയമുണ്ടെങ്കിൽ അന്ന് രാത്രി അമ്മ ഫോൺ ചെയ്തിട്ടുണ്ടാവും. അതല്ലെങ്കിൽ അമ്മയുടെ ഒരു കത്ത് വന്നിട്ടുണ്ടാവും, മോനെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലോ, മോനെ എന്തെങ്കിലും സങ്കടം ഉണ്ടാ. നാളെക്കുറിച്ച് അറിവുള്ളതാ നമ്മുടെ അമ്മമാർ. ഈ അമ്മമാരെയൊക്കെ ഇങ്ങനെ ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരി മോശമാക്കിയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിലാണ്. 4ാമത്തെ ഒരു പ്രത്യേകത കൂടെ പറഞ്ഞിട്ട് അമ്മയോടുള്ള ഒരു ആദരവിലേക്ക് നമ്മളെ എത്തിക്കാം. വചനത്തിൽ ജീവിക്കാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ അമ്മയല്ലേ. വചനത്തിൻ്റെ മാധുര്യം, വചനത്തിൻ്റെ ചുരുളിൽ ജീവിതത്തിൻ്റെ പൊരുളുണ്ടെന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ആള് അമ്മയല്ലേ. അച്ഛനായിട്ടൊക്കെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ വൈദികരൊക്കെ കൂടുമ്പോൾ പറയുന്ന കാര്യമുണ്ട്, ഇന്ന് നമ്മൾ വചനം വായിക്കുന്നുണ്ടെങ്കിൽ ഈ വചനത്തിലൂടെ അനേകർക്ക് കൃപ ഒഴുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അമ്മയാണ്. അമ്മ ഈ വചനം എടുത്ത് കയ്യിൽ തന്നിട്ട് പറയണില്ലേ, മോനെ കുറച്ച് നേരമെങ്കിലുമൊക്കെ വായിക്കണം കേട്ടാ. എൻ്റെ കുഞ്ഞുനാളിലൊരു ഓർമ്മയുണ്ട്. കുഞ്ഞുനാളിലൊരു ഓർമ്മ എന്ന് പറയുന്നത് അമ്മ എനിക്ക് വേണ്ടിയിട്ട് ഒരു ബൈബിൾ തന്നതാണ്. ആ ബൈബിൾ ഇങ്ങനെ തന്നിട്ട് പറഞ്ഞേ, മോനെ എല്ലാ ദിവസവും ഒരു അധ്യായം വായിക്കണം കേട്ടാ, എല്ലാ ദിവസവും ഒരു അധ്യായം വായിക്കണം. എന്നിട്ട് നിനക്ക് ഇഷ്ടമുള്ള ഭാഗം അതിലിങ്ങനെ വരച്ച് തരണം. അതങ്ങനെ വരച്ച് ഇടണം എന്ന് പറഞ്ഞിട്ട് അമ്മ 3-4 പേനകൾ ഇങ്ങനെ പലതരം കളറിൽ ഇങ്ങനെ തരിക. എന്നിട്ട് ഇങ്ങനെ പറയാം, സ്നേഹത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ മോൻ ഈ മഷി കൊണ്ട് അടയാളപ്പെടുത്തണം കേട്ടാ. ഇനി മറ്റേ ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഈ 4 പേന തന്നിട്ട് ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, മോനെ വചനം പഠിക്കണം. സ്കൂൾ വിട്ട് വരുമ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിക്കാറുള്ളതേ, ഇന്ന് സ്കൂളിൽ നീ ആരൊക്കെ കണ്ടു എന്നല്ല, നീ കുറച്ചു നേരമെങ്കിലും വചനം വായിച്ചു. സ്കൂൾ തുറക്കുന്ന സമയത്ത് അമ്മ എൻ്റെ ബാഗിൽ വേറെ എന്തൊക്കെയും നിക്ഷേപിക്കുന്നുണ്ടോ നോക്കുന്നേക്കാൾ കൂടുതൽ അമ്മ ചോദിക്കും, മോനെ വചനപ്പെട്ടി എടുത്തു വെച്ചോ, ബൈബിള് ബാഗിൽ എടുത്തു വെച്ചോ. ഇപ്പം ഈ അമ്മമാർ ഇത് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് ആലോചിച്ചാൽ നല്ലത്, ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോൾ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാ. കഴിഞ്ഞ ദിവസം ആരും എൻ്റെ അടുത്ത് പറഞ്ഞ പോലെ, അച്ഛൻ വചനത്തിൻ്റെ ഉള്ളിലുള്ള ജീവിതത്തിൻ്റെ പൊരുളിനെ കുറിച്ച് അച്ഛൻ പറയണം കേട്ടോ. അതങ്ങനെ ആ മകൻ ഇങ്ങനെ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്കുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ആദ്യം പഠിപ്പിച്ചിട്ടുള്ളത് അമ്മയാണ്. അത് നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ സ്നേഹമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും അല്ലേ. ഈ ദിവസങ്ങളൊക്കെ നമ്മൾ കാണുന്നില്ലേ, ഡാനിയേൽ അച്ഛനൊക്കെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പറയായിരുന്നു, കർത്താവിൻ്റെ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ശക്തി ഇങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെട്ടായച്ചൻ്റെ ഒക്കെ ശുശ്രൂഷയുടെ ചൈതന്യം പറയുന്നത് കർത്താവിൻ്റെ വചനത്തിൻ്റെ അഭിഷേകം. ബിനോയച്ചനൊക്കെ പറയാം, ഞാൻ എൻ്റെ അമ്മയുടെ അധരത്തിൽ നിന്ന് വചനം ഉരുവിടുന്നത് കേട്ട് പഠിച്ചൊരു ഓർമ്മയുണ്ട്. അങ്ങനെ ഒരു സിസ്റ്റർ സ്നേഹമുള്ളവർ നമ്മുടെയൊക്കെ കൾച്ചറിലുണ്ടായിരുന്നു. നമുക്കൊക്കെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞതൊക്കെ ഓർക്കുക. ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ വീട്ടിലൊക്കെ TV ഉണ്ടായിരുന്നിട്ട് പോലും അധികം നേരം TV വയ്ക്കാനൊന്നും അമ്മ പഠിപ്പിക്കില്ല, അല്ലെങ്കിൽ സമ്മതിക്കില്ല. അത് ഓഫ് ചെയ്ത് വയ്ക്കാൻ പറയും. എന്നിട്ട് ചെയ്യണ ഒരു കാര്യമുണ്ട്. എന്നിട്ട് ചെയ്യണ കാര്യം എന്താണെന്നറിയോ, ഒരു വചനം പറഞ്ഞേടാ. ആ വചനം പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത എൻ്റെ അനിയത്തി ഒരു വചനം പറയണം. അങ്ങനെ ഏറ്റവും കൂടുതൽ വചനം പറയണവർക്ക് അമ്മ അന്ന് രാത്രി എന്തെങ്കിലും സ്പെഷ്യലൊക്കെ തരും. സ്പെഷ്യൽ തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ പൂർണ്ണതയിലൊക്കെയാണ്. നമുക്കത് അന്ന് കിട്ടിയ സമ്മാനത്തിൻ്റെയൊക്കെ അളവ് പറഞ്ഞാൽ തീരില്ല. അപ്പോൾ നമ്മളെ വചനത്തിലേക്ക് ഇങ്ങനെ ചേർത്ത് വെച്ചവൾ നമ്മുടെ അമ്മയാണ്. അപ്പം ഇത്രയും ഒരു 4 കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിട്ട് നമ്മുടെ വീട്ടിലുള്ള അമ്മമാരെയൊക്കെ ഒന്ന് ഓർത്താൽ നല്ലതാണ്. ഞാൻ ഈ അമ്മമാരെ കുറിച്ചൊക്കെ വചനം പറയണമെന്നൊക്കെ പലപ്പോഴും ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. പറയേണ്ട കാര്യമുണ്ടോ, സ്നേഹിക്കുന്നുണ്ടാവുന്നൊക്കെയായിരുന്നു വിചാരമൊക്കെ. എല്ലാ അമ്മമാരുടെ അടുത്തും മക്കൾക്ക് സ്നേഹമൊക്കെയാണ്. പക്ഷേ ഈ ദിവസങ്ങളിലൊക്കെ ആ ഒരു ചിന്തയൊക്കെ തെറ്റിക്കുന്ന രീതിയിൽ മാറിക്കൊണ്ടിരിക്കുക. അമ്മമാരോടും പറയുക, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മക്കൾക്ക് കൊടുക്കുന്നുണ്ടാ. ഒന്ന് ആലോചിച്ച നല്ലതാ. നീ അമ്മയായി ജീവിക്കുന്നുണ്ടോ എന്നുള്ളത് ഓരോ സ്ത്രീയും ആലോചിക്കണം. ഓരോ മകനും ഓരോ മകളും ഇങ്ങനെ ആലോചിക്കണം, എൻ്റെ അമ്മയെ ഞാൻ സ്നേഹിക്കുന്നുണ്ടാ, അമ്മയെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ട്, അമ്മേനെ കരയിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഒരു വചനം കേട്ട് കഴിഞ്ഞാൽ ഒന്ന് ഓർക്കേണ്ടത്, ഒന്ന് മിഴിവൂട്ടുക. അമ്മയെ കരയിപ്പിച്ച് ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലോർക്കാം. ആ ഒരു ഓർമ്മയൊന്ന് പതുക്കെ ഒന്ന് പോയിട്ട് ഇനി ഈ വചനമൊക്കെ കേട്ട് ധ്യാനിച്ച് കഴിഞ്ഞിട്ട് അമ്മയുടെ അടുത്ത് പറയാം, അമ്മ എനിക്ക് ഇങ്ങനെ ഒരു കാര്യം എനിക്ക് അമ്മേനെ വേദനിപ്പിച്ച പോലെ തോന്നിയിട്ടുണ്ട്, അമ്മയ്ക്ക് വിഷമമായോ? അമ്മയ്ക്ക് വിഷമമായെങ്കിൽ സോറി ഇട്ടാ. സോറി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അമ്മയുടെ 2 കൈയും ഇങ്ങനെ പിടിക്കാൻ പറ്റുമോ?
2 കൈയും ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ആ 2 കൈയിലും ഇങ്ങനെ ഒരു ചുംബനം കൊടുക്കാൻ പറ്റുമോ? അമ്മയുടെ കയ്യിലേക്ക് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടാ നിങ്ങൾ? നമ്മൾ നോക്കിയിട്ടുണ്ടാ? അമ്മയുടെ കൈ എപ്പോഴും മുറിഞ്ഞ കൈയാവും. നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ബീട്രൂട്ട് അരിഞ്ഞും ക്യാരറ്റ് അരിഞ്ഞും മീനിൻ്റെ മുള്ളു കൊണ്ടുമൊക്കെ മുറിയാത്ത കൈയാവില്ലേ നമ്മുടെ അമ്മമാരുടെ കൈ? എല്ലാ അമ്മമാരുടെയും കൈ. അവരുടെ കൈമയൊന്നും ക്യൂടെക്സ് ഒന്നും മുഴുവൻ നിൽക്കുന്നത് നമ്മൾ കാണില്ല. അതൊക്കെ നമുക്ക് വേണ്ടിയല്ലേ? നമുക്ക് വേണ്ടിയാണ്. ബൈബിള് പഠിപ്പിക്കുകയാണ്. ബൈബിള് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കണ ഏറ്റവും വലിയ കാര്യം അമ്മയെ ആദരിക്കുക. ഒറ്റ വചനം ഓർത്താൽ മതി, 3, 4. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വചനത്തിനോട് ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച്. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കും. അപ്പോൾ നമുക്ക് അമ്മയെ മഹത്വപ്പെടുത്താനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ വചനം കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് സ്ഥലത്താണെങ്കിൽ ഒന്ന് നിശബ്ദമാവാം. എന്നിട്ട് ഓർക്കുക, ഇതൊക്കെ എൻ്റെ അമ്മയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടാ, അമ്മയോടൊപ്പം ഞാനിങ്ങനെ ജീവിച്ചിട്ടുണ്ടാ, അമ്മയുടെ സന്തോഷത്തിനെ കുറിച്ചൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടാ. മുതിർന്ന ജോലിക്കാരനൊക്കെ ആണെങ്കിൽ ഒരു സാരിയൊക്കെ എടുത്തു കൊടുക്കുന്നേ. അമ്മയ്ക്ക് അമ്മയുടെ ബർത്ത്ഡേ എന്നൊരു സാരി എടുത്തു കൊടുക്കുക, ഒന്ന് ഫോൺ ചെയ്യുക. നമുക്ക് അമ്മയ്ക്ക് ഒത്തിരി സന്തോഷമാണ്. അമ്മയുടെ കൂടെ ഇങ്ങനെ ചേർന്ന് നിൽക്കുക, അമ്മയുടെ നെറ്റിയിലും അമ്മയുടെ കയ്യിലൊക്കെ ഒരു ഉമ്മ കൊടുക്കുക. അമ്മേനെ വേദനിപ്പിച്ചൊരു കാര്യം ഒന്ന് എഴുതി വയ്ക്കുക. ഈ ഒരു വചനം ഞാൻ പതുക്കെ അവസാനിപ്പിക്കുക. ഞാൻ എൻ്റെ അമ്മേനെ വേദനിപ്പിച്ചൊരു സന്ദർഭം കൂടി ഇങ്ങനെ ഓർക്കുക. ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് മാപ്പ് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈശോ ഇങ്ങനെ കാണിച്ചു തരുന്നു എന്ന് പറയുന്ന പോലെ. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, 10ാം ക്ലാസ് വരെയൊന്നും വീട്ടിൽ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ബാഗില്ല എനിക്ക്. 10ാം ക്ലാസ്സിൽ അമ്മ പറഞ്ഞു, മോനും ഈ വട്ടം ബാഗ് മേടിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ബാഗ് മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് സ്കൂൾ തുറന്നന്ന് ജൂൺ മാസം 1-ാം തീയതി കിട്ടുന്ന വിചാരിച്ചിരിക്കുമ്പോൾ അമ്മ പറഞ്ഞു, പൈസ ആയിട്ടില്ലടാ, ഞാനൊരു കുടുക്കയിൽ ഇട്ട് വെച്ചിട്ടുണ്ട്, നമുക്ക് വാങ്ങാം. അപ്പോൾ ഞാൻ അവിടെയുള്ള അടുത്തുള്ള ജോയേട്ടൻ്റെ കടയിൽ പോയിട്ട് നോക്കിയിട്ട് ഇങ്ങനെ എല്ലാ ബാഗും നോക്കും. അതിലൊരു 100 രൂപ വിലയുള്ള ബാഗ് ഞാൻ നോക്കിയിട്ട് ജോയേട്ടനോട് പറഞ്ഞു, ജോയേട്ടാ ഞാൻ ഒരു മാസത്തിനുള്ളിൽ മേടിക്കാട്ടാ. അപ്പോൾ ജോയേട്ടൻ പറഞ്ഞു, എല്ലാം പെട്ടെന്ന് പോകട്ടാ, വേഗം മേടിക്കണം, നിനക്ക് വേണ്ടി മാറ്റി വയ്ക്കാന്നുണ്ട്. മാറ്റി വെച്ചു. ലാസ്റ്റ് ദിവസം ജൂൺ മാസം കഴിയാൻ നിൽക്കുന്ന സമയത്ത് ജോയേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, നാളെ മേടിച്ചില്ലെങ്കിൽ അത് വേറെ ആൾക്ക് കൊടുക്കൂട്ടാ, കുറേ പേര് ചോദിക്കുന്നുണ്ട്, ബാക്കി എല്ലാ ബാഗും പോയി. അമ്മയുടെ അടുത്ത് ഓടിപ്പോയിട്ട് പറഞ്ഞു, അമ്മ എത്ര പൈസ നോക്ക്. അപ്പോൾ അമ്മ എണ്ണി നോക്കി കഴിഞ്ഞപ്പോൾ 95 രൂപ അങ്ങോട്ട് ആയിട്ടുള്ളൂ. നാളെ മേടിക്കാം നമുക്ക്. നാളെ മേടിക്കാന്ന് പറഞ്ഞിട്ട് സ്കൂൾ വിട്ടിട്ട് ഞാനിങ്ങനെ ഓടി വന്ന് ഈ പൈസ അമ്മ ഈ കുടുക്കൊക്കെ പൊട്ടിച്ച് 100 രൂപ ആക്കിയിട്ട് ജോയേട്ടൻ്റെ അവിടെ പോയിട്ട്, അതായത് ഈ പറയുന്ന സ്റ്റേഷനറി കടക്കാരൻ്റെ അവിടെ പോയിട്ട് ഇത് വാങ്ങാൻ നിൽക്കുക. വാങ്ങാൻ നോക്കുമ്പോൾ ആ ബാഗ് അവിടെ ഇല്ല. നീ വരാൻ വൈകിയത് കൊണ്ട് വേറെ ആൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. സങ്കടമായി. ഈ പറയുന്ന 100 രൂപയുടെ ചില്ലറ പൈസയും 1 രൂപയൊക്കെ എടുത്ത് കൊണ്ടുപോയിട്ട് അമ്മയുടെ മുമ്പിൽ ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് ഇതൊരു ദിവസം നേരത്തെ തരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് വലിച്ചെറിഞ്ഞ് ഞാനിങ്ങനെ ഓടിപ്പോയി. അപ്പോൾ പാവൻ്റെ അമ്മ ആ ചില്ലിത്തൊട്ടുകൾ ഇങ്ങനെ പറക്കിയെടുക്കുമ്പോൾ ഇങ്ങനെ കരഞ്ഞിട്ട് ഈശോയുടെ അടുത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ മോനൊരു ബാഗ് വാങ്ങി കൊടുക്കാനുള്ള പൈസ പോലും എനിക്ക് ഇല്ലല്ലോ ഈശോയെ, എൻ്റെ മോൻ്റെ ഹൃദയം വേദനിച്ചു എന്ന് പറഞ്ഞിട്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കത് ഓർമ്മയുണ്ടായിരുന്നില്ല, അമ്മയുടെ കരച്ചിൽ, അമ്മേനെ വേദനിപ്പിച്ചത്. പക്ഷെ ഇന്ന് 34 വയസ്സുള്ള സമയത്ത് ഇങ്ങനെ ഓർക്കുക, അമ്മയെ പല രീതിയിൽ കരയിപ്പിച്ചിട്ടില്ലേ, പല രീതിയിൽ കരയിപ്പിച്ചിട്ടുണ്ട്. ആ നാണയത്തൊട്ടെടുക്കുമ്പോൾ മാത്രമല്ല, ഞാനൊരു പാപം ചെയ്യുമ്പോൾ മറ്റുള്ളവർ എന്നെക്കുറിച്ച് മോശം പറയുമ്പോഴൊക്കെ എൻ്റെ അമ്മയുടെ നെഞ്ചാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളോട് പറയാറുണ്ട് പുരോഹിതരോട്, നിങ്ങളൊരു പാപം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം മുഴുവൻ അനുഭവിക്കാൻ പോണത് നിങ്ങളുടെ പാവപ്പെട്ട അമ്മമാരാ. നമുക്ക് അമ്മയെ വേദനിപ്പിക്കുന്ന മക്കളാവാതിരിക്കും, അമ്മയെ സ്നേഹിക്കുന്നവരായിട്ട് തീരാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമുക്ക് നൽകിയൊരു ദാനമാണ് നമ്മുടെ അമ്മമാർ. കുരിശിൻ്റെ ചുവട്ടിൽ വെച്ചിട്ട് ഈശോ പറയുന്ന വചനം, നമ്മളോട് പറയണ വചനം, ഇതാ നിൻ്റെ അമ്മ. അമ്മയോട് നോക്കിയിട്ട് പറയണം, ഇതെനിക്ക് ദൈവം തന്ന, ഈശോ കുരിശിൻ്റെ ചുവട്ടിൽ തന്ന സ്നേഹത്തിൻ്റെ സമ്മാനമാണെന്ന്. അമ്മയ്ക്ക് ഒരു ഉമ്മ. ആമേൻ.